വെൽക്കം ബാക്ക് ടു കാലിച്ചായ. കാലിച്ചായയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൃദയപൂർവ്വം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നതാണ്. ടി വിയിലൊക്കെ എപ്പോൾ വന്നാലും നമ്മൾ കുത്തിയിരുന്ന് കാണുന്ന സിനിമകളാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് സിനിമകൾ അല്ലേ. ഇപ്പം രസതന്ത്രം പോലത്തെ, പിൻഗാമി പോലത്തെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമയാണ് പിൻഗാമി. കാരണം അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് വന്ന സിനിമകളിൽ നിന്ന്, അതായത് സത്യനന്ദിക്കാടിൻ്റെ തന്നെ സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് പിൻഗാമി. കാരണം അതിൻ്റെ ഒരു ത്രില്ലർ മൂഡ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവി, ഇവരുടെ ഒരു കൂട്ടുകെട്ടിലുള്ള ഒരു ഫേവറേറ്റ് മൂവിയായിട്ട് പിൻഗാമി മാറാനുള്ള ഒരു കാരണം. സിനിമയിലേക്ക് വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ എന്തായാലും നമുക്കറിയാം, ആശീർവാദ്, ആൻ്റണി പെരുമ്പാവൂർ. കഥ അഖിൽ സത്യനാണ്, നമ്മുടെ സത്യനന്ദിക്കാടിൻ്റെ മകൻ തന്നെയാണ്. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് സോനു ടി പി, മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നവരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിദ്ദീഖ്, ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ അളിയനായിട്ട് സിദ്ദീഖിക്കാണ് വന്നിട്ടുള്ളത്. ലാലേട്ടൻ്റെ കോമ്പിനേഷൻ മീൻസ് ലാലേട്ടൻ്റെ കൂടെ ഇതിൽ വന്നിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഗീത് പ്രതാപ്, മോസ്റ്റ്ലി നോൺ ആസ് ഇപ്പം അമൽ ഡേയ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സംഗീത് പ്രതാപാണ് എഡിറ്ററൊക്കെ ആയിട്ടുള്ള പുള്ളിയാണ്. പിന്നെ ലാലു അലക്സ്, പുള്ളി ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ബാബുരാജ് വന്നിട്ടുണ്ട്. പിന്നെ ലേഡി ക്യാരക്ടേഴ്സായിട്ട് നമ്മുടെ മാളവിക മോഹനൻ, പിന്നെ നമ്മുടെ പഴയകാല നടി സംഗീത, വാഴുന്നവരിലൊക്കെ സുരേഷ് ഗോപിച്ചേട്ടൻ്റെ പേരായിട്ട് അഭിനയിച്ച സംഗീത എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. എല്ലാവരും കൂടെ കൊണ്ടുവന്നൊരു നല്ലൊരു, ഒബ്വിയസ്ലി ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എല്ലാവരും നല്ല രീതിക്ക് എല്ലാവരും അത് തന്നിട്ടുണ്ട് നമുക്ക്. സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടൻ ചെയ്ത സന്ദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ക്ലൗഡ് കിച്ചണൊക്കെ നടത്തുന്ന ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ ആളുടെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്നിടത്താണ് ശരിക്കും സിനിമ തുടങ്ങുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ലാലേട്ടൻ്റെ സന്ദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ അയാളുടെ ഒരു കുറച്ച് സമയത്തൊരു ജേണിയാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത്. പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു, ക്ലൗഡ് കിച്ചൺ കാര്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളിയെ നോക്കാനായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു നേഴ്സ്, മെയിൽ നേഴ്സായിട്ടാണ് നമ്മുടെ സംഗീത് പ്രതാപിൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു മെജോറിറ്റി കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗവും, ഒരു 70% 60% ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, കാര്യങ്ങൾ നടക്കുന്നത് പൂനെയിലാണ്. അതായത് ലാലേട്ടൻ്റെ ക്യാരക്ടറിന് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഹാർട്ട് പൂനെയിൽ ഉണ്ടായിരുന്നൊരു മേജർ, ഒരു പട്ടാളത്തിൽ ആർമിക്കാരനായിരുന്ന ഒരു മേജറിൻ്റെയാണ്. അപ്പോൾ പിന്നീടാണ് ഈ കഥയിലേക്ക് ആ ഹാർട്ടിൻ്റെ ഉടമയായ ആളുടെ മകളായ മാളവിക മോഹനൻ ഇയാളുടെ ലൈഫിലേക്ക് വരുന്നതും. പിന്നെ മാളവിക മോഹൻ്റെ അമ്മയായിട്ടാണ് സംഗീത എന്ന് പറഞ്ഞ പുള്ളിക്കാരി ചെയ്ത ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ലാലേട്ടൻ പൂനെയിലേക്ക് പോകുന്നതും, ലാലേട്ടനും സംഗീതും രണ്ടുപേരും പൂനെയിലേക്ക് പോകുന്നതും, പിന്നീട് സിനിമ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ അവരുടെ ഒരു ലൈഫ്, അവരിവരുമായിട്ട് കണക്റ്റ് ആവുന്നു, അവരുടെ ഫാമിലി, അതിൻ്റെ അകത്തോട്ട് ലാലേട്ടൻ്റെ സംഗീത് എന്ന് പറഞ്ഞ ക്യാരക്ടർ, സന്ദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നതും, പിന്നെ അവരുടെ ഇടയിലുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ, ചെറിയ ഇൻസിഡൻസ്, ഇവൻറ്റ്സ്, കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ബാബുരാജ് വരുന്നത്, ലാലു അലക്സ് വരുന്നത്, ഇവരൊക്കെ അതിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ സിനിമ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ ഒരു പോയി നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെയാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നതും. പക്ഷേ ആ സിനിമയിൽ മൊത്തത്തിൽ ഈ കാണിച്ചിട്ടുള്ളൊരു ഒരു ലാലേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്ത ആ ക്യാരക്ടറിൻ്റെ ഒരു ജേണി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സത്യനന്ദിക്കാട് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ പതിഞ്ഞ ഒരു താളത്തിൽ, വളരെ സ്മൂത്തായിട്ട് ഒരു ഫീൽ ഗുഡ് മൂഡിൽ പോകുന്ന സിനിമകളിൽ പെർഫോമൻസുകൾ തന്നെയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളതും, അതായത് എടുത്തു നിൽക്കുന്നതും പെർഫോമൻസുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് പറയാതെ പറ്റില്ല, ലാലേട്ടൻ്റെ പെർഫോമൻസ് വളരെ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ക്യാരക്ടർ, ആ സന്ദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ലാലേട്ടനെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം, ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞൊരു പേഷ്യൻ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ആൾ എന്നുള്ള നിലയിൽ ആ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരു സർജറി കഴിഞ്ഞ്, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആൾ വളരെ ഫ്രജൈലായിരിക്കും. പിന്നെ
വീക്കായിരിക്കും. നമുക്ക് ഒബ്വിയസ്ലി അറിയാം ആള് ഇടയ്ക്ക് പേടിക്കാം, ടെൻഷൻ ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ലാലേട്ടൻ എത്ര അടിപൊളിയായിട്ടാണ് ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് അത് എടുത്ത് ലാലേട്ടൻ അത് എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ സംഗീതിൻ്റെ ക്യാരക്ടർ ഒബ്വിയസ്ലി സംഗീതവും ലാലേട്ടനും സീനിൽ വരുന്ന സമയത്തുണ്ടായിരുന്നു അവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു, കിടലായിട്ട് അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ലാലേട്ടൻ സംഗീതത്തിൻ്റെ അടുത്ത് മാത്രമല്ല, ഇപ്പോൾ സിദ്ദിഖിക്ക സ്ക്രീനിലേക്ക് വരുന്ന സമയത്തായാലും സിദ്ദിഖിക്കോടുള്ള ലാലേട്ടനും സിദ്ദിഖിക്കും നമ്മൾ കോമ്പിനേഷൻ സീൻസ്, പിന്നെ പൂനെയിലേക്ക് പോയിട്ട് മാളവിക സംഗീത എന്ന് പറയുന്ന പുള്ളി അവരുമായിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു മിംഗ്ലിങ് പരിപാടികൾ, പിന്നെ ലാലു അലക്സുമായിട്ടുള്ള ലാലേട്ടൻ്റെ, പോരാത്തതിന് ക്ലൗഡ് കിച്ചൺ ലാലേട്ടൻ നടത്തുന്ന ക്ലൗഡ് കിച്ചണിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്നിട്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഒരു പ്രസൻസ് എല്ലാം അവിടെ ഉണ്ട്. താഹ തഗ്, പിന്നെ അതുപോലെ കുറച്ച് പേരൊക്കെ ഉണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ലാലേട്ടൻ മിംഗിൾ ചെയ്യുന്ന സംഗതികൾ, ഇതൊക്കെ അപ്പോൾ നമ്മളവിടെ എടുത്തു വരേണ്ടത് ലാലേട്ടൻ ആരുമായിട്ടും ലാലേട്ടൻ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കെമിസ്ട്രിയാണ്. അത് വളരെ നമുക്ക് എടുത്തു വരേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ സിനിമയിൽ. അതാണ് ലാലേട്ടൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എടുത്തു പറയാനുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് എല്ലാം നന്നായിരുന്നു. ക്യാമറ, സൗണ്ടിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നൈസായിരുന്നു, പാട്ടുകളൊക്കെ കൊള്ളായിരുന്നു, നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നും ഇല്ലെങ്കിലും മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് തന്നെ ആ സിനിമയോട് നീതി പുലർത്തിയിട്ട് തന്നെ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആസ് എ ഹോൾ ഹൃദയപൂർവ്വം നല്ലൊരു ഓണചിത്രം തന്നെയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കയറി കണ്ടിട്ടുണ്ട് ആ സിനിമ എന്ന് തോന്നുന്നു. പിന്നെ ചെറിയ 1-2 അഭിപ്രായങ്ങളില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ കുറച്ച് കുറയ്ക്കായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ സംഗീത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരിക്ക് വേണ്ടി ഡബ് ചെയ്തത് നമ്മുടെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ അവരാണ്. അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം പുള്ളിക്കാരി സംഗീത അവർ നന്നായിട്ട് ഡബ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെന്നെ സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്തിനാണ് ഭാഗ്യലക്ഷ്മിയെ കൊണ്ട്, കാരണം ഭാഗ്യലക്ഷ്മിയുടെ വോയിസ് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കൈൻഡ് ഓഫ് വോയിസ് ആണ് പുള്ളിക്കാരിയുടെ. നമുക്ക് കേട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം അവരെ കൊണ്ട് ഡബ് ചെയ്യിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മുടെ സംഗീതത്തെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. സിനിമ കാണാൻ കയറി നമ്മൾ ഇരുന്ന സമയത്ത് കിട്ടിയ വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു 25 years ഓഫ് ആശീർവാദ് സിനിമാസ് ടൈറ്റിൽ കാർഡായിരുന്നു. അത് വളരെ അടിപൊളിയായിട്ട് അത് അവർ ചെയ്തിട്ടുണ്ട്. അവർ രസതന്ത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് ലാലേട്ടൻ്റെ കുറേ കട്ട്സ് കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് എന്തോ ഒരു മെമ്മറി അതിൽ നിന്ന് ശരിക്കും നമുക്ക് കിട്ടി. വളരെ അടിപൊളിയായിട്ട് അത് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ആണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നല്ലൊരു വാച്ചായിരുന്നു ഹൃദയപൂർവ്വം. താങ്ക്സ് ടു എവ്രി വൺ ഫോർ വാച്ചിങ് അവർ വീഡിയോ.